യഥാർത്ഥത്തിൽ പരാജയം എന്നാൽ എന്താണ്? പരാജയം എന്നതിന് നമ്മൾ ഒരുപാട് നിർവചനങ്ങൾ നൽകാറുണ്ട്. യഥാർത്ഥത്തിൽ പരാജയം എന്നൊരു അവസ്ഥ ഇല്ല. പരാജയം എന്ന് നമ്മൾ വിളിക്കുന്നത് നമ്മളെ പ്രതീക്ഷക്കൊത്ത് ഉയരാത്തതിനെ നമ്മൾ പരാജയം എന്ന് വിളിക്കും. ഒരാൾക്ക് വലിയ പണക്കാരനാവണം, അല്ലെങ്കിൽ ലക്ഷപ്രഭു ആവണം, അല്ലെങ്കിൽ കോടീശ്വരനാവണം. അങ്ങനെ ഒരാൾ ആഗ്രഹിച്ച അയാളെ ലക്ഷപ്രഭുവായി. ഒരു പക്ഷെ അയാളെ സ്വയം വിളിക്കുന്നത് ഞാൻ പരാജിതനാണ് എന്നാണ്. അപ്പോൾ ഈ പരാജയം എന്നുള്ളത് ഒരു ആപേക്ഷികവും അതിനപ്പുറത്ത് നമ്മളെ പ്രതീക്ഷക്കത്ത് ഉയരാത്ത ഒരു സംഗതിയെ നമ്മൾ പരാജയം എന്ന് വിളിക്കുകയാണ്. ഇത് ഈ പരാജയം എന്നുള്ളത് പരാജയത്തിലൂടെ നമ്മൾ കണ്ടെത്തേണ്ട ഒരു സംഗതി എന്നുള്ളത്, പരാജയം നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. ഈ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് ഈ പരാജയം എന്ന ഈ സംഗതിയെ നമ്മൾ മറികടക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഐൻസ്റ്റീൻ്റെ ഒക്കെ അല്ലെങ്കിൽ എഡിസന്റെ ഒക്കെ ചരിത്രത്തിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. 1000-ലധികം തവണ പരാജയപ്പെട്ടപ്പോഴാണ് അദ്ദേഹം പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ബൾബ് കണ്ടുപിടിച്ചത് എന്നൊക്കെ. അതുപോലെ അതിന് ഈ എഡിസൺ പറഞ്ഞ മറുപടി, നിങ്ങൾ 1000-ലധികം പ്രാവശ്യം പരാജയപ്പെട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ പരാജയപ്പെട്ടതല്ല, ബൾബ് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരുപാട് മാർഗങ്ങളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതാണെന്ന്. അതുപോലെ നമ്മുടെ വീഴ്ചകളെ അല്ലെങ്കിൽ പരാജയം എന്ന് പറയുന്ന വസ്തുതയെ നമ്മൾ പോസിറ്റീവായി കാണുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ വിജയം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പരാജയം എന്നൊന്ന് ഇല്ല എന്ന് മനസ്സിലാക്കി, നമ്മളെ പ്രതീക്ഷക്കത്ത് ഉയരാത്തതിനെയാണ് നമ്മൾ പരാജയം എന്ന് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കി, നമ്മൾ വീണ്ടും മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ വിജയികളായിട്ട് മാറുന്നത്.